മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ 3 ആഴ്ച കൂടി അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം കേരള ബാങ്ക് ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളിയെന്ന കാര്യം ഓർമ്മിപ്പിച്ച കോടതി 3 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കാനും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. കെ ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കവെയാണ് ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനം പറയാതെ കേന്ദ്ര സർക്കാർ വീണ്ടും ഉരുണ്ടുകളി തുടർന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഏത് മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം തുടരുകയാണ് എന്നുള്ളതായിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം അറിയിക്കാൻ കുറച്ചുകൂടി സാവകാശം കേന്ദ്ര സർക്കാർ തേടുകയുണ്ടായി. 3 ആഴ്ചത്തെ സാവകാശം അനുവദിക്കണം എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. അതേസമയം കോടതി പറഞ്ഞത് കേരള ബാങ്ക് ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളിയ കാര്യം ഇന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതൊക്കെ മാതൃകയാക്കിക്കൂടെ എന്ന തരത്തിലായിരുന്നു കോടതിയുടെ പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം തന്നെ അന്തിമമായൊരു തീരുമാനം അറിയിക്കണം എന്നും ഡിവിഷൻ ബെഞ്ച് ഇന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിനു മുൻപ് ഈ ഹർജി പരിഗണിച്ച വേളയിലും, അതായത് കഴിഞ്ഞ മാസം ആണ് ഇതിനു മുൻപ് ഈ ഹർജി പരിഗണിച്ച വേളയിലും അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേന്ദ്ര എക്സ്പെൻഡിച്ചർ മന്ത്രാലയം ഇക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അന്ന് കോടതി പറഞ്ഞത് ഈ ദുരന്തം നടന്ന് 1 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ഇക്കാര്യത്തിൽ തീരുമാനമായില്ലേ എന്നാണ് അന്ന് കോടതി ചോദിച്ചത്. മാത്രമല്ല സംസ്ഥാനത്തെ ബാങ്കുകൾ ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളിയ കാര്യം അറിയാമോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അത് മാതൃകയാക്കിക്കൂടെ എന്നുമൊക്കെയായിരുന്നു അന്ന് കോടതി ചോദിച്ചത്. അതിനുശേഷമാണ് ഈ സെപ്റ്റംബർ 10-നെങ്കിലും ഇത് പരിഗണിക്കുമ്പോൾ കൃത്യമായൊരു തീരുമാനം അറിയിക്കണം എന്ന് കോടതി പറഞ്ഞത്. ഇന്ന് അന്തിമ തീരുമാനം അറിയിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇന്നും ഉരുണ്ടുകളി തുടരുകയായിരുന്നു. ഇപ്പോഴും ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനവും ഇതുവരെ പറഞ്ഞിട്ടില്ല.